Subscribe for more content. ഹായ് ഓൾ, എൻ്റെ പേര് റോണി എന്നാണ്. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അപ്പം ഈ സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സാധാരണ ഒരു ഇമേജിനെ, അത് ഏത് ഇമേജും ആയിക്കോട്ടെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3D ആക്കി എടുക്കാൻ പറ്റും. അത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഒന്ന് ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്തേക്കണം. കാരണം നിങ്ങൾ കൂടെയാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് റിവ്യൂസ് കിട്ടുന്നതനുസരിച്ച് എനിക്ക് കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഒരു ഉന്മേഷം കിട്ടും. ഓക്കെ, സോ അപ്പം ഞാൻ തുടങ്ങുകയാണ്. അതായത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈറ്റ് ഉണ്ട്. ഞാനിപ്പം എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ നോട്ട് പാഡിനകത്ത് എഴുതിയിരിക്കുന്ന studio.tripo3d.ai എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അപ്പം ഇതേപോലെ വരുമ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജനറേറ്റ് ഇമേജ് ഉണ്ട്, എന്ത് ചെയ്യണം, പിന്നെ മോഡലുണ്ട്. ഇത് എക്സാമ്പിൾ ഞാനൊരു ക്രിയേറ്റ് ചെയ്തൊരു മോഡലാണ്. ഇത് വേറൊരു ക്രിയേറ്റ് ചെയ്ത മോഡലാണ്. അപ്പം അത് നെറ്റിൻ്റെ എഫിഷ്യൻസി അനുസരിച്ച് കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് വരും. അപ്പം നെറ്റ് ഇച്ചിരി ലാഗ് ആണെങ്കിൽ അതനുസരിച്ച് ലോഡ് ചെയ്ത് വരും. അപ്പം എന്നാലും വലിയ കുഴപ്പമില്ലാതെ വരും. നോക്കൂ, ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് നല്ല എത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം എങ്ങനെ ഈ ഒരു ഇമേജിനെ 3D ആക്കി എടുക്കുക എന്നുള്ളതാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? ഡീറ്റെയിൽഡ് ആണ്. ഇതിനകത്താണെങ്കിൽ വയർ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. നെറ്റ് കുറച്ച് ഇവിടെ സ്ലോ ആണെന്ന് തോന്നുന്നു. അപ്പം വയർ ഫ്രെയിമിൽ കാണാൻ പറ്റും, സോളിഡ് വ്യൂവിൽ കാണാൻ പറ്റും, ടെക്സ്ചർ വ്യൂ കാണാൻ പറ്റും. ഇതിനകത്ത് കാണിച്ചിരുന്ന പല ടൈപ്പ് ഉണ്ട്. നോർമലായിട്ട് കാണാൻ പറ്റും, പല രീതിയിൽ ഇതിനകത്ത് കാണാം. അപ്പോൾ അത് ഓരോ രീതി, ഇത് ഹോളോഗ്രാമിക് വ്യൂ ആണ്, അതായത് ഹോളോഗ്രാം സ്റ്റൈലിൽ വ്യൂ. അപ്പം എന്താണേലും നമുക്ക് വേണ്ടത് ഓണും ഓഫും ആക്കി എടുക്കുക, നമുക്ക് വേണ്ടത് ചെയ്യാം, എന്നിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണ് പ്രോസസ്സ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് സെഗ്മെൻറ്റ്സ് ആയിട്ട് കാണിക്കാൻ പറ്റും, ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. ഫീൽഡ് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് യുവർ സെഗ്മെൻറ്റ്സ് മോഡൽ കണ്ടോ, അതിനകത്ത് ഫിൽ പാർട്ട് ചെയ്യാൻ പറ്റും. റീടോപ്പോ എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് ആനിമേറ്റഡ്, അതിനകത്ത് ടെക്സ്റ്റർ ഉണ്ട്. അതിനകത്ത് ടെക്സ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ടെക്സ്റ്റർ സ്റ്റൈല് ഞാൻ 4K ഉണ്ട്, 2K ഉണ്ട്, 8K ഉണ്ട്. അപ്പം ഇതിനകത്ത് പൈസ, അതിനകത്ത് അതായത് ക്രെഡിറ്റ്സ് ഉണ്ട്. ഇപ്പം അതിനകത്ത് ടെക്സ്റ്റർ ക്രിയേറ്റ് ചെയ്യണോ, അതിനകത്ത് ഈ ടെക്സ്റ്റ് എക്സ്പോർട്ട് ചെയ്യണോ, അതെല്ലാം പരിപാടി ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസിൽ മുകൾ വശത്ത് ഇതുണ്ട്, DCC ബ്രിഡ്ജ്. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ഇത്രയും സൈറ്റിനകത്തോട്ടുള്ള അതിനകത്തുള്ള എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. 1 മിനിറ്റ്. ഇതിനകത്ത് അതിൻ്റെ കൂടെ ഇത് കണ്ടോ, ഇതിന് ഇൻ്റർഫേസിൽ 140 ക്രെഡിറ്റ്സ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ചെറിയ ക്രെഡിറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ ഇത് നോട്ടിഫിക്കേഷൻ, അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. ഇത് നമ്മുടെ എന്താ പറയുക, ഇതിനകത്ത് ലാംഗ്വേജ് എന്നാണെന്നുള്ളത്. ഇത് നമ്മുടെ പേര്. ഇത് സൈൻ ഇൻ ചെയ്യുന്ന, ലോഗിൻ ചെയ്യുക എന്ന് പറയുന്നത് ജിമെയിൽ ID വെച്ചിട്ടാണ്. ഈ സൈറ്റിൽ കയറുക, സൈറ്റിൽ കയറുമ്പോൾ അവർ ജിമെയിൽ ID ലോഗിൻ ചെയ്യാനും ലോഗിൻ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് അതിനെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് എത്തും. അപ്പം ഇതാണ് സംഭവം. പിന്നെ ഇത് അവർ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ഇതൊരു 3D ഒരാളുടെ ഇമേജ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് വരിക എന്ന് പറയുന്നത് താഴെ ഇത് കണ്ടോ, കുറേ കാര്യങ്ങൾ അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ചോദിക്കും, ഇതിനകത്ത് ഡയറക്റ്റ് 3D പ്രിന്റ്, ഇത് കണ്ടോ, ഇതിനകത്ത് 3D പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള എങ്ങോട്ടാണെന്നുള്ളതുണ്ട്. അപ്പോൾ ഏത് ടൈപ്പാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ കൊടുത്ത ഓർഡിനേറ്റ്സ് ഇതിനകത്ത് ഒരു ഇവരുടെ പേര് തന്നെയാണ് ഈ പേര്.
അവർ തന്നെ തന്ന പേരാണ്. ഇത് ഒബ്ജക്റ്റിലോട്ടാണ്, അല്ലെ FBX ആണോ, GRAM ആണോ, ഏതാണെന്ന് വെച്ചാൽ അതിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. 4K ആണ് കറണ്ട് ക്വാളിറ്റി കാണിച്ചേക്കുന്നതുണ്ട്. ബോട്ടം സെൻറ്റർ, ബയോ സെൻറ്റർ, ഇത് കണ്ടോ. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഓരോ മനസ്സിലാകുന്നത്. അപ്പം ഞാൻ നിങ്ങളിത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. ബാക്കി നിങ്ങൾ ഇതിനകത്തൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഇതൊരു നമ്മുടെ 3D Maxനകത്തൊക്കെ പോലുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റും, എംഎമ്മിൻ്റെ സെറ്റിങ്സ് അതിനകത്താണെങ്കിൽ HDR ആഡ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പം ഡീഫോൾട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളതുണ്ട്. സ്റ്റുഡിയോ സെറ്റപ്പ്, നൈറ്റ് ഫോറസ്റ്റ്, ഡിസേർട്ട്, ഇന്റീരിയർ കണ്ടോ. അപ്പം നമ്മൾ അതും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ ഇനിയും പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് റീസെറ്റ് അടിക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ അത് ഒരു പ്രീവിയസ് ആയിട്ട് ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് തന്നു എന്താ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളത് പറഞ്ഞു തരാൻ പോവാം. അപ്പം ഫസ്റ്റ് ഇപ്പം ഞാൻ എൻ്റെ ഈ കർസർ എവിടെയാണെന്നുള്ളത് ശ്രദ്ധിച്ചോണം, അത് മിസ്സാവരുത്. അപ്പം ഫസ്റ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കർസർ, അപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, നോ ഫയൽ ചൂസ്. അപ്പം നമ്മളൊരു ഫയൽ ചൂസ് ചെയ്യുവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ ഒരു ഫയലുണ്ട്, ദാ നെറ്റിപ്പട്ടം എന്നുള്ളൊരു ഫയൽ ഓപ്പൺ ചെയ്ത്, JPG ഇമേജ് ആണ്. അതിനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കുക, അത് അപ്ലോഡ് ചെയ്യുക എന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നെറ്റിൻ്റെ ഇതുപോലെ ഇരിക്കുക, എങ്ങനെയാണോ അത് കാണിക്കുന്നത് എന്നുള്ളത്. നല്ലപോലെ നെറ്റിന് സ്പീഡ് ഉണ്ട് എങ്കിൽ നമുക്കത് നല്ല രീതിയിൽ അത് കാണാൻ കഴിയും. പെട്ടെന്ന് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ. നെറ്റിൻ്റെ ചെറിയൊരു ഇതുണ്ട് എങ്കിൽ അത് കുറവായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക അത്. ഓക്കെ, അപ്പം വന്നു കഴിയുമ്പം എന്ത് ചെയ്യാൻ പറ്റും, വന്നു കഴിയുമ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പം ഈ ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തു JPG ഇമേജ് വെച്ചിട്ട്. അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. JPG ഇമേജ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പം ജനറേറ്റ് മോഡൽ കണ്ടോ, ഇതിനകത്ത് താഴെ വന്ന് കിടപ്പുണ്ട് ജനറേറ്റ് മോഡൽ എന്ന്. അപ്പം നമ്മൾ അതിനകത്ത് ക്രെഡിറ്റ് ഉണ്ട് എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് 8K ടെക്സ്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇതില്ല. ജനറേറ്റിംഗ് പാർട്സ് ആയിട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും പൈസ ആവും. അപ്പം അത് നമ്മൾ ചെയ്യരുത്. അപ്പം നമ്മൾ ഉള്ളതിനകത്ത് ഇതിനകത്ത് ക്രെഡിറ്റ് എന്തുമാത്രം എടുക്കുന്നോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുക മോഡലിനെ 3D. അതായത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ, ജനറേറ്റ് ചെയ്യുക അത്. അപ്പോൾ ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് 3D മോഡൽ നേരത്തെ 60 ആയിരുന്നു, ഇപ്പോൾ 30. അപ്പം 30 പോയി. അപ്പോൾ അതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ നമ്മളിപ്പം പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് പുതുതായിട്ടുള്ള ഇമേജ്, ഈ ലോകത്തുള്ള ഏത് ഇമേജ്, നമ്മുടെ ഫോട്ടോ ആണെങ്കിലും ശരി, ഉറുമ്പിൻ്റെ പോലും ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ 3D ആക്കി അതെടുത്ത് തരും. അപ്പോൾ അത്ര വണ്ടർഫുൾ പ്രോഗ്രാമാണ് ഈ ഒരു വെബ്സൈറ്റിനകത്തൂടെ നമുക്ക് ഇവർ തന്നേക്കുന്നത്. ഇത് അധികം ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞാനതാണ് നിങ്ങളെയൊക്കെ ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി ആഗ്രഹിച്ച് ഞാൻ ഈ വീഡിയോ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതുകൊണ്ട് അതിനകത്ത് എങ്ങനെയാണത് ഫോം ചെയ്യുന്നുണ്ടോ, 3D ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക കണ്ടോ. നമ്മുടെ ആകാശത്തിലെയൊക്കെ നക്ഷത്രങ്ങൾ പോലുണ്ടല്ലേ, ഫാന്റാസ്റ്റിക്. ഇത് മാത്രമല്ല, ഇങ്ങനെ നോക്കുക, സൂം ഇൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർസറിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി വേറൊരു കാര്യം ഉണ്ട് അതിനകത്ത്. നമുക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു സാധനത്തെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. വിഷ്വലി നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും
ടോപ്പ് വ്യൂ, അതായത് കർസർ ഇങ്ങനെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു സാധനം ഇങ്ങനെ നമുക്ക് ചെയ്യാനാണ് പറ്റണത്. അത് കുറച്ച് നേരം പിടിക്കും ഇതൊന്ന് ലോഡ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ. ഓക്കെ, ദെൻ നോക്ക്, അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ആദ്യമേ ഇത് വരുന്നത്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് നോക്കൂ, ഇവിടെ ഈ ഒരു ഇമേജിനെയാണ് നമ്മൾ എന്ത് ചെയ്തു, 3D ആക്കി എടുത്ത് ഇവിടെ വന്ന് ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ചെയ്തേക്കുന്നത്. ആദ്യമേ വയർ ഫ്രെയിം, അത് സോളിഡ് വ്യൂ, അതിനകത്ത് നോർമലായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് കാണിക്കുന്നതിനകത്ത്. അപ്പം ഇതിനകത്ത് ഇനിയുണ്ട്. ഇതിനകത്ത് ഇത് കണ്ടോ, ടെക്സ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്. ചില സമയം നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും ടെക്സ്റ്ററിന്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇപ്പം കാണാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഓക്കെ നോക്കാം. ഇതിനകത്ത് ടെക്സ്റ്റർ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് ടെക്സ്റ്റർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൾറെഡി ഇതിന് ടെക്സ്റ്റ് നമ്മൾ അതിനകത്ത് ഉണ്ടല്ലോ. അപ്പം നമുക്ക് അതിനെ ജനറേറ്റ് ചെയ്താൽ മതി. ടെക്സ്റ്റർ റെസൊല്യൂഷൻ ഇതിനകത്ത് 2K ഉണ്ട് 4K. നമ്മൾ 2K കൊടുത്തു കഴിഞ്ഞാൽ 10 ക്രെഡിറ്റേ പോകത്തുള്ളൂ. 4K കുറച്ച് ക്വാളിറ്റികൾ, അപ്പോൾ 20 ക്രെഡിറ്റ്സ് പോകും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. 8K ആണെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ജനറേറ്റ് ടെക്സ്റ്റർ എന്നുള്ള ഒരു സാധനത്തെ ക്ലിക്ക് ചെയ്യാം. നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, വണ്ടർഫുൾ ആണ്. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇന്റീരിയർ ഡിസൈൻ ആണ്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ആൾക്കാർക്ക് ഒരുപാട് ഉപകാരം വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മന്ത്ലി പർച്ചേസ് ഉണ്ട് ഇത്ര രൂപ, ഇയർലി പർച്ചേസ് ഉണ്ട് ഇത്ര രൂപ. ഇന്ത്യൻ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് പേപ്പാൽ രീതിയിലാണ് അത് ബൈ ചെയ്യേണ്ടത്. ഞാനത് കാണിച്ചു തരാം. ഞാൻ ബൈ ചെയ്യണില്ല, ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. ആവശ്യമുള്ളവർ അത് ബൈ ചെയ്യുക. നിങ്ങളെപ്പോലെ ആൾക്കാർക്ക്, ഒരുപാട് ആൾക്കാർ ഉപകാരപ്പെടുന്ന സാധനമാണ്. ഇപ്പം നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ്, ഇപ്പം എഐയുടെയൊക്കെ കാലഘട്ടമാണല്ലോ. അപ്പം എഐയുടെ ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഇത് കണ്ടോ, വരുന്നത് കണ്ടോ, ഞാൻ റൊട്ടേറ്റ് ഈ ഒരു സമയം പോലും, ആ ഒരു സമയം പോലും ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് അതിനകത്ത് കാണിക്കുന്നുണ്ടോ, കണ്ടോ? അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഷ് ജനറേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റാണിത്. അപ്പം ഇതിനകത്ത് ടെക്സ്റ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിനകത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അത് തന്നെ ഒരിച്ചിരി ടൈം പിടിക്കും, എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യുഗ്രമായ ഒരു സൂപ്പർ സംഭവം നമുക്ക് കൈ കിട്ടും. ഇപ്പം നമ്മുടെ വല്യപ്പച്ചന്മാരുടെ ഫോട്ടോ ഇതായിരിക്കുന്നത് ഒരു അപ്പച്ചൻ്റെ ഫോട്ടോയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ മകൻ്റെ ഫോട്ടോയാണ്. അപ്പം ആ ഫോട്ടോ വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം ഞാനതൊന്ന് കാണിക്കാം. അപ്പം നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത് കണ്ടോ, 3D പ്രിൻ്റ്. കർസർ പോകുന്നത് നോക്കണം. ഈ 3D പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3D പ്രിന്റിലോട്ട് കയറി അങ്ങ് പോയിക്കോളും. പിന്നെ നമുക്ക് 3D സോഫ്റ്റ്വെയർസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ 3D പ്രിന്റിങ്ങിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇവർ ഈ വെബ്സൈറ്റിനകത്ത് പറയണത്. അപ്പം സംഗതി സോഫ്റ്റ്വെയർ അല്ല, ഇത് വെബ്സൈറ്റ് ആണ്. ട്രൈപ്പോ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ വെബ്സൈറ്റ് ആണ്. അവർ കാണിച്ചേക്കുന്നത് സാധാരണ ഒരു 2026 നമ്മൾ ഈ കാലഘട്ടത്തിലെ അത്യാവശ്യം നല്ല വെടിക്കെട്ട് വെബ്സൈറ്റാണിത്. അപ്പം AI ബേസ് ആയിട്ടുള്ള സാധനം ചെയ്യുമ്പോൾ നമുക്കിടെ ഈ ലോകത്ത് നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ലല്ലോ. എന്നും 3D മോഡൽ ചെയ്യാൻ, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ പല ആൾക്കാരും ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ശ്രമിക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ എഫേർട്ട് ഒക്കെ ഒരുപാട്, ടൈം പഴയ കാലമല്ലല്ലോ, ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. അപ്പോൾ റിഗ് ചെയ്തെടുക്കുകയല്ലേ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പം ഇതേപോലുള്ള സാധനമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചെയ്യാൻ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഭയങ്കര വലിയ എഫിഷ്യൻസി ഉള്ള കമ്പ്യൂട്ടറും വേണമെന്നൊന്നുമില്ല. ഈ ഒരു ജസ്റ്റ് ഒരു വെബ്സൈറ്റ് മാത്രം മതി.
അപ്പോൾ അത് ഇതിനകത്ത് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പം ഞാൻ അതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് എൻ്റെ വെബ്സൈറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളോട് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പം നിങ്ങളും അത് പഠിക്കണം, നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. നിങ്ങളും ഫ്യൂച്ചറിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സഹോദരനെ പോലെ മൂത്ത ചേട്ടനെ പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പം നിങ്ങളത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും. ഓക്കെ, നോക്കൂ. അപ്പോൾ അതൊരു ജനറേറ്റ് ചെയ്യുക 3D ആ ടെക്സ്ചർ, അതായത് നമ്മൾ കൊടുത്ത ആ ഒരു JPG ഇമേജിനെ 3D ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്ത് അതിനെ ടെക്സ്ചറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി സമയം എടുക്കുമെങ്കിലും സംഗതി സെറ്റായിട്ട് കിട്ടും. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഫുള്ളി ഫങ്ഷൻഡ് 3D മോഡലായിട്ട് കറക്റ്റായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സാധനം കിടക്കി. കണ്ടോ, നമുക്കതിനെ വയർ ഫ്രെയിം ആക്കാൻ പറ്റും, വയർ ഫ്രെയിം ഓഫ് ചെയ്യാൻ പറ്റും, സോളിഡ് വ്യൂ ആക്കാൻ പറ്റും, ടെക്സ്റ്റഡ് വ്യൂ ആക്കാൻ പറ്റും. ഇതെന്താണ് അതിനകത്ത് സ്മൂത്ത് ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് ഇപ്പം നമുക്കിപ്പം ഫ്ലാറ്റ് ഉണ്ട്, സ്മൂത്ത്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് സ്മൂത്ത് ആക്കി കഴിഞ്ഞ് കാണാൻ ഒരു ലുക്കായി. പിന്നെ ഇതിനകത്ത് എന്താണിത്, അൺലിറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള രീതി. പിന്നെ ഇത് നോർമൽ, അറിയാമല്ലോ. അപ്പം പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. കാർട്ടൂൺ സ്റ്റൈല്, സ്കെച്ച് സ്റ്റൈല്, ഹോളോഗ്രാമിക് സ്റ്റൈല്. ഹോളോഗ്രാമിക് നല്ല രസമാണ് കാണാൻ. കണ്ടോ, കയറി വന്ന് കണ്ടോ, വീണ്ടും റിവേഴ്സ് ചെയ്താണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെയാണ് ഈ സംഭവം നമുക്കിത് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി ഫൈനൽ പ്രോസസ്സിലോട്ട് കിടക്കുക. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിനകത്ത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതുണ്ടോ. അവരിനകത്ത് തന്നെ പേരിട്ടുണ്ട്, ഓർണേറ്റ് സെറിമോണിയൽ ഷീൽഡ്. നമ്മുടെ ആനയുടെ നെറ്റിപ്പട്ടത്തിനാണ് അവർ എഴുതി വെച്ചേക്കുന്നത് സായിപ്പന്മാർ. ഓർണേറ്റ് സെറിമോണിയൽ ഷീൽഡ് 3D മോഡൽ. ഓക്കെ, അപ്പം അതുവരെ അവർ എഴുതി ഇംഗ്ലീഷിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇത് സെൻഡ് ടു, കണ്ടോ, ഇത് കണക്ട് ചെയ്ത് ഏതിനകത്തോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത്? 3D Max. 3D Maxനകത്താണോ, യൂണിറ്റി ആണോ, അൺറിയൽ ആണോ, മായ ആണോ, എന്തൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടോ അതെല്ലാം സോഫ്റ്റ്വെയർസിനകത്തോട്ട്. അപ്പം ഇങ്ങനെ ഇത് കൊട്ട് കഴിഞ്ഞാൽ 3D Maxനകത്തോട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് ചെയ്ത് അതിലോട്ട് പോകാൻ പറ്റും. അപ്പം നമ്മൾ അതിനൊക്കെ പൈസ കൊടുക്കണം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിലോട്ട് പോകത്തുള്ളൂ. പിന്നെ ഇതുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ബ്രിഡ്ജിങ്. കേട്ടോ, ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ടു അൺലോക്ക് എങ്കിൽ മാത്രമേ അതിലോട്ട് പോകത്തുള്ളൂ. ഓൺലി സബ്സ്ക്രൈബേഴ്സ് ഓൺലി. ഇത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കേ പറ്റത്തുള്ളൂ. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലഗിൻസാണ്. അപ്പോൾ ഇത് അവിടെ ചെന്ന് ഓപ്പൺ ആകാനുള്ള പ്ലഗിനും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊക്കെ. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഇതിനകത്ത് നമുക്ക് ഈ എഡിറ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ, ഇതിനകത്ത് എഴുതി വെച്ചാൽ ഓർണേറ്റ് സെമയിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരുന്ന ആൾക്ക് അഡ്രസ് കൊടുക്കാം. ഉണ്ട് പെയിന്റ് മോഡ്, ഇതൊക്കെ പല പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ ഇതൊന്നും ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുവാണ്, നിങ്ങളിത് ട്രൈ ചെയ്യുക കൂടുതലായിട്ട്. പിന്നെ ഇതിനകത്ത് ആനിമേറ്റ്, മെയിനായിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞുതരാം. ആനിമേറ്റ്, ഇത് കണ്ടോ, ആനിമേറ്റ് എന്ന് പറയുന്ന സാധനം. ഈ ആനിമേറ്റ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കണ്ടോ, പല കാര്യങ്ങൾ അതിനകത്ത് ഓട്ടോമാറ്റിക് റിഗ് ചെയ്ത സാധനങ്ങളൊക്കെയാണ്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് വെച്ചാൽ ഓരോ സോഫ്റ്റ്വെയർസിനകത്ത് മോഡൽ ചെയ്ത് റിഗ് ചെയ്ത് ഓരോ ആൾക്കാർ ചെയ്ത് വളരെ സമയമെടുക്കും. ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയറിന് നമുക്ക് അത്യാവശ്യം ഇന്റീരിയർ ഡിസൈനേഴ്സിനെ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ്. അപ്പം ഇതുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ബേസിക്സ് ആയിട്ടുള്ളതുണ്ട്, സ്ട്രക്ചർ, സ്വിറ്റ് ചെയ്യണം, സ്വിറ്റ് ഇൻട്രാക്റ്റീവ്, ഒരുപാട്. ഇപ്പം നെറ്റിൻ്റെ ഒരു സ്പീഡിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റ് എടുക്കാം. ഓക്കെ,
അപ്പോൾ ഇതൊക്കെ ഇത് അപ്ലൈ നോക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം ഒരെണ്ണം. ഇത് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് ഇതേപോലെ ചെയ്തു. അപ്പം നോക്കട്ടെ, ഓട്ടോറിക്ക് ഒന്ന് കൊടുത്തു നോക്കാം എന്താ സംഭവിക്കുന്നത്. മറ്റെന്താ സംഭവം, ജനറേറ്റ് മോഡൽ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഗതി ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൽ ഒരുപാട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, നിങ്ങൾക്ക് അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളത് ചെയ്ത് പഠിക്കുക, ബാക്കിയുള്ള ഫ്യൂച്ചറിലായിട്ട് ആഡ് ഓൺ ചെയ്യാം. അപ്പം നിങ്ങൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ ട്രിപ്പ് ഓഫ് വെബ്സൈറ്റ്. ഇത്ര അടിപൊളി വെബ്സൈറ്റാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആർക്കിടെക്ചർ, ബിൽഡിങ്ങിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വലിയൊരു വെബ്സൈറ്റാണ്. സോ ഞാൻ വൈൻഡിങ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒരു ഇതിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്ത് കമൻസ് ഇടണം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനകത്ത് കമൻസ് ഒക്കെ ഇടുമ്പോൾ ഷെയർ ചെയ്യുമ്പോഴും അതിനകത്ത് ഐഡിയാസ് ഇനി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതുപോലെ ഈ ബേസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ വെബ്സൈറ്റിനകത്ത് എൻ്റെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സൈനിങ് ഓഫ്, റോണി.